ഗൗരി പരിണയം. രചന ശ്രീലക്ഷ്മി പൊന്നൂർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ഈ മനുഷ്യനൊരു കുലുക്കലല്ലോ മഹാദേവ. ഗൗരിയുടെ ആകുലത കണ്ട് വീരഭദ്രൻ ചിരിച്ചു. പിന്നെ അവളെ മടിയിലേക്ക് പിടിച്ചിരുത്തി. ആൽബിയോടുള്ള കുറ്റബോധം ഓരോ നിമിഷം എന്നെ വേട്ടയാടിയിരുന്നു. ഇനി എനിക്കൊരു വിഷമവുമില്ല. സന്തോഷത്തോടെ ജീവിക്കണം. കാർത്തുവിൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം. അമ്മയെ കൊണ്ട് ഒരുപാട് സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കണം. പിന്നെ നിന്നെ പഠിപ്പിച്ച ഒരു വിഷയത്തിലെങ്കിലും ജയിപ്പിക്കണം. അവസാന വാക്കുകൾ പറഞ്ഞപ്പോൾ അവൻ ഗൗരിയെ കള്ളനോട്ടം നോക്കി. അത് മനസ്സിലായതുപോലെ ഗൗരി അവനെ നെഞ്ചിലൊരു കടി കൊടുത്തു. നിന്നെ ഗൗരിയെ കട്ടിലേക്കിട്ട് അവൻ അവളുടെ ദേഹത്തിന് മുകളിലായി വന്ന് ഇക്കിളിയിടാൻ തുടങ്ങി. ഗൗരിയുടെ ചിരിയുടെ പ്രതിധ്വനി മുറിയിൽ മുഴങ്ങി കേട്ടു. വിബി ചിന്താഭാരത്തോടെ ഡൈനിങ് ടേബിളിലേക്ക് ഇരുന്നു. വൈദ്യു വന്ന മുതൽ മുറിയടച്ചിരിക്കുന്നതാണ്. ഒരുപാട് വട്ടം പോയി ഭക്ഷണം കഴിക്കാൻ വിളിച്ചതാണ്. ഒരു തവണ വാതിൽ തുറന്നുള്ള അവളുടെ രൂക്ഷമായ നോട്ടത്തിൽ പതറിപ്പോയി. എപ്പോഴും കുറുമ്പ് കാട്ടി വീട് മുഴുവൻ ഉണർത്തുന്ന വൈദ്യുവിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വിബി ചിന്താഭാരത്തോടെ ഡൈനിങ് ടേബിളിൽ ഇരുന്നു. വൈദ്യു വന്ന മുതൽ മുറിയടച്ചിരിക്കുന്നതാണ്. ഒരുപാട് വട്ടം പോയി ഭക്ഷണം കഴിക്കാൻ വിളിച്ചതാണ്. ഒരു തവണ വാതിൽ തുറന്നുള്ള അവളുടെ രൂക്ഷമായ നോട്ടത്തിൽ പതറിപ്പോയി. എപ്പോഴും കുറുമ്പ് കാട്ടി വീട് മുഴുവൻ ഉണർത്തുന്ന വൈദ്യുവിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഡൈനിങ് ടേബിൾ തലവെച്ചപ്പോഴോ വിബി ഒന്ന് മയങ്ങിപ്പോയി. രാവിലെ ഫോൺ അടിച്ച് കേട്ടാണ് വിബി കണ്ണു തുറന്ന്. തലേ ദിവസത്തെ കാര്യങ്ങൾ ഓർത്തപ്പോൾ കണ്ണുകൾ അടഞ്ഞു കിടക്കുന്ന വാതിലേക്ക് നോക്കി. വിബിക്ക് തലക്ക് വല്ലാത്ത ഭാരം പോലെ തോന്നി. അടികൊണ്ട മുറികളൊക്കെയും വലിയുന്ന പോലെ ഒരു വേദന. ഡൈനിങ് ടേബിൾ വെച്ചിരുന്ന ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു. വിബി, വൈദ്യോടെ ഭക്ഷണം കഴിച്ചു നിങ്ങൾ? ഞാനിപ്പോൾ എഴുന്നേറ്റുള്ളൂ കണ്ണ. വൈദ്യു മുറിയിലുണ്ട്. വിബിയുടെ വേദന വാക്കിൽ നിന്ന് തന്നെ വീരപ്പത്തിന് മനസ്സിലായിരുന്നു. പോട്ടടാ വിബി, നീ വിഷമിക്കാതെ, എല്ലാം നേരെയാവൂടാ. ഒന്നമർത്തി മൂളിക്കൊണ്ട് ആ മുകളിലേക്ക് നോക്കി. വൈദ്യുവിന്റെ മുറിയിൽ വാതിൽ തുറക്കുന്ന കണ്ട് വിപിൻ വെപ്രാളത്തിൽ ഫോൺ വെച്ച് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുന്ന വൈദ്യുവിനെ അവൻ പാളി നോക്കി. കണ്ണുകൾ ചുവന്നിട്ടുണ്ട്. രാത്രി ഉറങ്ങിയിട്ടില്ലെന്ന് മുഖം കണ്ടാൽ അറിയാം. മുഖത്ത് പെട്ടെന്നൊരു പക്വത വന്ന പോലെ. കുറുമ്പ് നിറഞ്ഞിരുന്ന മുഖത്തിപ്പോൾ ഗൗരവം സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഡൈനിങ് ടേബിളിനടുത്തെത്തിയപ്പോൾ വൈദ്യുവൻ തലനിവർത്തി നോക്കി. കണ്ണുകൾ കോർത്തപ്പോൾ അവരുടെ കണ്ണുകളിലെ വെറുപ്പ് കണ്ടതും വിവി മനസ്സിലുയർന്ന ഏങ്ങളോട് തിരിഞ്ഞു നിന്നു. നിശബ്ദമായ കുറച്ച് നിമിഷങ്ങൾ കടന്നുപോയി. ദയനീയമായി മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന വിബിയെ അവഗണിച്ച് വൈദ്യു അടുക്കളയിലേക്ക് പോയി. അകത്ത് പാത്രം എടുക്കുന്ന ശബ്ദം കേട്ട് വിബി ഓടിച്ചെന്നു. വൈദ്യു, എന്താ വേണ്ട? ഞാനുണ്ടായിത്തരാം. വൈദ്യു അത് കേട്ടതായി പോലും ഭാവിച്ചില്ല. അവൾ പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അടുപ്പിലേക്ക് വെച്ച് ഗ്യാസ് കത്തിച്ച് കുറച്ച് തേയിലപ്പൊടിയും പഞ്ചസാരയും അതിലേക്ക് ഇട്ടു. തിളച്ചു തുടങ്ങിയപ്പോൾ അവൾ പെട്ടെന്ന് കൈകൊണ്ട് പാത്രം മാറ്റാൻ നോക്കി. പാത്രത്തിന്റെ ചൂട് കയ്യിൽ തട്ടിയതും കയ്യിൽ നിന്ന് പാത്രം വഴുതിപ്പോയി. വൈദ്യു, താനെന്തീ കാണിക്കുന്നത്? ശീലമില്ലാത്ത പണി തന്നെ ചെയ്യാൻ പോകുന്നേ. ആദ്യോടെ അവൻ വൈദ്യുവിന്റെ കൈ പിടിച്ച് വെപ്രാളത്തിൽ പൈപ്പിൻ ചുവട്ടിലേക്ക് കാണിച്ചു. ധൃതിയിൽ അകത്തേക്ക് കൂടി ഓയിൻമെന്റ് എടുത്തുകൊണ്ട് വന്ന് അവളുടെ ചെറുതായി ചുവന്ന് കിടക്കുന്ന കൈയിലേക്ക് പുരട്ടിക്കൊടുത്തു. വൈദ്യു ഇതെല്ലാം നോക്കി നിൽക്കുകയാണ്. മുഖത്ത് ഗൗരവം തന്നെയാണ്. കൈകൾ വലിക്കാൻ പലവട്ടം ശ്രമിച്ചെങ്കിൽ അവൾക്ക് സാധിച്ചില്ല. അത്രയും ബലമായി വിബി കൈകൾ പിടിച്ചിട്ടുണ്ട്. കൈ നീട്ടു! വിബി ഞെട്ടിലോടെ മുഖമുയർത്തി അവളെ നോക്കി. വൈദ്യുവിന്റെ വാക്കുകൾക്ക് വാളിനേക്കാൾ മൂർച്ചയുണ്ടായിരുന്നു. അവളുടെ കണ്ണിൽ തീയാളുന്ന പോലെ തോന്നിയവന് വിബി പതർച്ചയോടെ അവളുടെ കൈകൾ സ്വതന്ത്രമാക്കി. വൈദ്യു കൈ ഉയർത്തി അവൻ പറയാമെന്ന് തടഞ്ഞു. അവനെ രൂക്ഷമായി ഒന്ന് നോക്കിയിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി. അവൻ തകർന്നു പോയിരുന്നു. വൈദ്യു തന്നെ തിരിച്ചറിഞ്ഞെന്നവന് മനസ്സിലായി. പക്ഷെ ആ തിരിച്ചറിവിൽ നിറഞ്ഞു നിൽക്കുന്നത് തന്നോടുള്ള വെറുപ്പ് മാത്രമാണെന്ന് അവനെ തളർത്തിക്കളഞ്ഞു. വിബി തറയിലേക്ക് ഊർന്നിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. വൈദ്യുവിന്റെ സമീപനത്തിൽ മാറ്റമൊന്നുമില്ലായിരുന്നു. മഹേന്ദ്രനും രേണുകയും കണ്ടിട്ടും അവൾ സംസാരിക്കാതെ ഒഴിഞ്ഞു മാറി. വൈദ്യു തന്നെ വിട്ടു പോകുമോ എന്നുള്ള ഭയം വിബിയെ വേട്ടയാടിയിരുന്നു. കോളേജിൽ ലീവ് എടുത്ത് അവൻ വൈദ്യുവിന് കാവലിരുന്നു. അവളിലേക്ക് അടുക്കാൻ ഓരോ നിമിഷം അവൻ ശ്രമിച്ചപ്പോൾ വൈദ്യു മനസ്സുകൊണ്ട് ഒരുപാട് അകലങ്ങളിലേക്ക് പോയിരുന്നു. ബുക്കും മുന്നിൽ വെച്ച് അതിൽ തലവെച്ച് സുഖുറക്കത്തിലാണ് ഗൗരി. അവളുടെ ദേഹത്ത് ചാരിയിരുന്ന് വിഷ്ണുവും നല്ല ഉറക്കത്തിലാണ്. രണ്ടുപേരെയും കൂടി പഠിക്കാനെത്തിയിട്ട് പോയതാണ് വീരഭദ്രൻ. പാർവതി! ചെകുത്താൻ അലർച്ചയായിട്ട് രണ്ടുപേരും ചാടി എണീറ്റു. പഠിക്കാൻ പറഞ്ഞിട്ട് രണ്ടും കൂടി ഇരുന്ന് ഉറങ്ങുന്നോ? അത് പിന്നെ ഗൗരി ഉറങ്ങി. ഞാൻ അവന്റെ രൗദ്രഭാഗത്തിൽ പായിച്ച് വാക്കിൽ കിട്ടാ വിഷ്ണു പേടിച്ചു നിന്നു. രണ്ടുപേരും പെട്ടെന്ന് റെഡി ആയിട്ട് വാ, ഹോസ്പിറ്റലിൽ പോകണം. പാർവതിയുടെ ഡയറ്റ് വിളിച്ചിരുന്നു. അത് കേട്ടപ്പോൾ ഗൗരിയുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. ഞാനിപ്പോൾ റെഡി ആയിട്ട് വരാമേ. ഓടി വന്ന് വീരഭദ്രന്റെ കവിളിൽ ഉമ്മ കൊടുത്ത അവൾ മുകളിലേക്ക് ഓടി. വിഷ്ണുവിന്റെ മുമ്പിൽ വെച്ചായതുകൊണ്ട് വീരഭദ്രൻ ചമ്മിപ്പോയി. ബാക്കിയുള്ളവരുടെ മുമ്പിൽ പുലി, ഭാര്യയുടെ മുമ്പിൽ എലി. വിഷ്ണു വീരഭദ്രനെ കളിയാക്കിക്കൊണ്ട് ഒരൊറ്റ ഓട്ടം. കബഡി ദേഷ്യത്തിൽ വിളിച്ചിട്ട് അവന്റെ ഓട്ടം കണ്ട് വീരഭദ്രൻ ചിരിച്ചുകൊണ്ട് നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പോവാൻ റെഡിയായി ഇറങ്ങി. വിഷ്ണുവും ഗൗരിയും ബൈക്കിലും വീരഭദ്രനും സരോജിനി അമ്മയും കാർത്തും കാറിലുമായിട്ടാണ് പോയത്. ഉച്ചയായപ്പോൾ എല്ലാവരും ഹോസ്പിറ്റലിലെത്തി. പ്രവീൺ ഹോസ്പിറ്റലിൽ വന്ന് സുമിത്രയുടെ എല്ലാ കുറ്റവും ഏറ്റുപറഞ്ഞിരുന്നു. മകനെ ഒരുപാട് സ്നേഹിച്ച അമ്മ തന്നെ അവനെ ആട്ടി പുറത്താക്കി. മകളോട് ചെയ്ത തെറ്റിനൊക്കെയും ആ അമ്മ മാപ്പി ചോദിച്ചു.
ഗൗരിയുടെ കരുതലും ശുശ്രൂഷയും ഡോക്ടേഴ്സിന്റെ കഠിന പ്രയത്നവുമെല്ലാം ബാലകൃഷ്ണനെ അബോധ മനസ്സിൽ നിന്ന് ബോധ മനസ്സിലേക്ക് കൊണ്ടുവന്നിരുന്നു. ഡാഡിയെ കണ്ടപ്പോൾ ഗൗരി ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. ഡാഡിയുടെ അടുത്തായി കട്ടിൽ കയറിയിരുന്നു. സുമിത്ര അടുത്ത് നിന്നിട്ടും ഗൗരി കാണാത്ത ഭാവം നടിച്ചു നിന്നു. അത് സുമിത്രയെ ഒരുപാട് വേദനിപ്പിച്ചു. ഡാഡി കുറച്ചുകൂടി ചുള്ളനായിട്ടുണ്ട് അല്ലേ ഗൗരി? വിഷ്ണു പറഞ്ഞുകൊണ്ട് ഗൗരിയുടെ അടുത്തായി കയറിയിരുന്നു. ബാലകൃഷ്ണൻ അവരെ തലയിലൊരു കൊട്ടുകൊടുത്തു. നീ പോടാ, നിനക്ക് അസൂയല്ലേ ഞാൻ ഈ വയസ്സാങ്കാലത്ത് ഇങ്ങനെ ഇരിക്കുന്നതില്? അവരുടെ വർത്താനം കേട്ട് എല്ലാവരും ചിരിച്ചു. എന്നാലും മരുമകന്റെ അത്രയൊന്നും ഗ്ലാമർ ഇല്ല, ഗൗരി പറഞ്ഞു കേട്ട് വീരഭദ്ര അവളെ കണ്ണുരുട്ടി കാണിച്ചു. ബാലകൃഷ്ണൻ അത് കണ്ട് ചിരിച്ചുകൊണ്ട് വീരഭദ്രനെ കൈ കാണിച്ച് അടുത്തേക്ക് വിളിച്ചു. വീരഭദ്രൻ ഒരു ചമ്മലോടെ ബാലകൃഷ്ണന്റെ അടുത്തേക്ക് ഇരുന്നു. സരോജിനി അമ്മയും കാർത്തുവും ബൈസ്റ്റാൻഡറുടെ ബെഡിലേക്ക് ഇരുന്നു. മോൻ ഒരുപാട് വട്ടം കറക്കുന്നുണ്ടല്ലേ എൻ്റെ വാവ. മോനില്ലായിരുന്നെങ്കിൽ എൻ്റെ വാവ എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ബാലകൃഷ്ണൻ അവന്റെ കൈകളെടുത്ത് നെറ്റിയിൽ മുട്ടിച്ചുകൊണ്ട് വിതുമ്പലോടെ പറഞ്ഞു. പഴയതെല്ലാം മറന്നേക്കും അങ്കിൾ. അങ്കിളിനോട് ഞാനാ നന്ദി പറയേണ്ടത്, എനിക്ക് പാർവതിയെ തന്നതിന്. ബാലകൃഷ്ണന് സങ്കടം കണ്ട് എല്ലാവരുടെയും കണ്ണു നിറഞ്ഞു. കുറച്ചു സമയം എല്ലാവരും ചിരിയും കളിയും വർത്തമാനവുമായിരുന്നു. മോനെ, വൈദ്യുവിനെ കാണുന്നില്ലല്ലോ. ബാലകൃഷ്ണൻ പറഞ്ഞപ്പോഴാണ് വീരഭദ്രൻ അത് ഓർത്ത്. വിവി കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നു, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. വീരഭദ്രൻ ഫോണുമായി പുറത്തേക്ക് ഇറങ്ങി. ഹലോ വിവി, നീ വരുന്നില്ലേ? ഞാൻ വൈദ്യനോട് പറഞ്ഞിട്ടുണ്ട്, റെഡിയാകുന്നുണ്ടെന്ന് തോന്നുന്നു. മുറിയില്ല കണ്ണാ, പ്രവീണങ്ങാനും വരുമോ അവിടെ? വിബി ആദ്യോടെ ചോദിക്കുന്നതായിട്ട് വീരഭദ്രന് വേദന തോന്നി. നീ എന്തിനാ വിബി പേടിക്കുന്നത്? ആരെയും പിടിച്ച് കെട്ടിവെക്കാൻ പറ്റില്ലല്ലോ. നീ എത്ര ആണെന്ന് പറഞ്ഞാൽ അവൾക്ക് കാവലിരിക്കുക. എനിക്ക് അവള് മാത്രമല്ലേ ഉള്ളൂ. അവന്റെ ഭയവും വേദനയും എല്ലാം വീരഭദ്രന് മനസ്സിലായിരുന്നു. ശരി, പെട്ടെന്ന് വാ. ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തിട്ട് വീരഭദ്രൻ റൂമിലേക്ക് പോയി. അകത്തേക്ക് കയറിയപ്പോൾ ഡാഡിയുടെ അടുത്തിരിക്കുന്ന പ്രവീണിനെ കണ്ട് അവൻ ഷോക്കേറ്റ പോലെ ഞെട്ടി നിന്നു. പ്രവീൺ വന്നതിന്റെ അമർഷം എല്ലാവരുടെ മുഖത്തും ഉണ്ടായിരുന്നു. മമ്മി, ഒരു വട്ടം എന്നോട് ക്ഷമിക്കുക, എന്നെ ഒന്ന് നോക്ക്. പ്രവീൺ അപേക്ഷയോടെ സുമിത്രയുടെ കാലിൽ തൊടാനായി കുനിഞ്ഞതും സുമിത്ര വെറുപ്പോടെ ഒഴിഞ്ഞു മാറി തിരിഞ്ഞു. പ്രവീ, മര്യാദയ്ക്കൊന്ന് പോയിക്കോ. ഞങ്ങളോട് കാണിച്ച് ഞാൻ ക്ഷമിക്കാം. പക്ഷേ നിരപരാധികളായ എത്രയോ പെൺകുട്ടികളുടെ ജീവിതം നീ നശിപ്പിച്ചിട്ടുണ്ട്. കാശുകൊണ്ട് നീ അതെല്ലാം തേച്ചു മാച്ചു കളഞ്ഞു. ഞങ്ങളുടെ വൈദ്യുവിനോട് നീ... ബാലകൃഷ്ണൻ വേദനയോടെ പറഞ്ഞു നിർത്തി. ഡാഡി, ഞാൻ... അവൻ പൊട്ടിക്കരഞ്ഞു. വൈദ്യു എന്ന് കേൾക്കുന്ന പോലെ അവന്റെ ഹൃദയത്തെ ചുട്ടുപൊള്ളിച്ചു. നിർത്ത് പ്രവി, വിളിക്കരുത് നീ എന്നെ ഡാഡി എന്ന് വിളിക്കാൻ. എനിക്ക് ചുറ്റിപ്പോൾ ഒരുപാട് മക്കളുണ്ട്. നീ പൊക്കോണം. എവിടെയെങ്കിലും കിടന്ന് ചത്തെന്ന് കേട്ടാൽ പോലും ഞാൻ വരില്ല. ശബ്ദം കുറച്ച് ഉയർത്തിയപ്പോൾ ബാലകൃഷ്ണൻ കിതച്ചുപോയി. ഗൗരി പെട്ടെന്ന് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ തടവിക്കൊടുത്തു. സുമിത്രയും കരയുകയായിരുന്നു. അത്രയും സ്നേഹിച്ചിരുന്ന അവരാ മകനെ. പ്രവി, നിന്നോടല്ലേ ഞാൻ പറഞ്ഞു ഇവിടുന്ന് പോവാൻ? ബാലകൃഷ്ണൻ പറഞ്ഞു കേട്ട് ദയനീയമായി അവൻ സുമിത്രയെ നോക്കി. അവർ തിരിഞ്ഞേനെ നിൽക്കുന്ന കണ്ട് തലതാഴ്ത്തി നിറകണ്ണുകളോടെ വേദനയോടെ അവൻ മുറിവിട്ട് പുറത്തിറങ്ങി. പ്രവീൺ മുറിക്ക് പുറത്തുള്ള ചെയറിലേക്ക് ഇരുന്നു. തല കയ്യിൽ താങ്ങി ഏങ്ങി കരഞ്ഞു. അവന് മനസ്സിലായിരുന്നു ചെയ്തതൊക്കെയും പൊറുക്കാനാവാത്ത തെറ്റുകളായിരുന്നെന്ന്. വിപിയുടെ കാർ ഹോസ്പിറ്റലിന്റെ കോമ്പൗണ്ടിലേക്ക് വന്നു നിന്നു. കാറിന്റെ പുറകു സീറ്റിൽ നിന്ന് വൈദ്യു പുറത്തിറങ്ങി. രണ്ടുപേരും ഹോസ്പിറ്റലിനകത്തേക്ക് നടന്നു. സെക്കൻഡ് ഫ്ലോറിന്റെ കോറിഡോറിലൂടെ അവർ ബാലകൃഷ്ണന്റെ മുറിയിലേക്കുള്ള സൈഡിലേക്ക് തിരിഞ്ഞു. എതിരെ നടന്നു വരുന്ന പ്രവീണിനെ കണ്ട് ഞെട്ടി നിന്നു. പ്രവീണും അവരെ കണ്ട് വിശ്വസിക്കാനാവാത്ത പോലെ നിൽക്കുകയാണ്. സങ്കടവും സന്തോഷവും ഒരുപോലെ വന്നപ്പോൾ കരഞ്ഞുകൊണ്ട് പ്രവീൺ അവിടെ നേരെ കൈവിരിച്ച് നിന്നു. വിപിക്ക് ഭയം കൊണ്ട് തല ഇറങ്ങുന്ന പോലെ തോന്നിയിട്ട് അവൻ തലയൊന്ന് കുടഞ്ഞു. വൈദ്യു കരഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോവാനാഞ്ഞതും വിവി ഞെട്ടിലോടെ അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു. വൈദ്യു രൂക്ഷമായി അവനെ നോക്കി. അവളുടെ ദേഷ്യം നിറഞ്ഞ കണ്ണുകൾ അവൻ പിടിച്ചിരിക്കുന്ന കയ്യിലെത്തിയതും അവൻ പിടിവിട്ട് അവളുടെ നേരെ ദയനീയമായി കൈകൂപ്പി. വൈദ്യു ഒരു നിമിഷം അവനെ തന്നെ നോക്കി നിന്നു. ആ കണ്ണുകൾ നിറഞ്ഞു പോകും. പക്ഷേ വിബിയെ നിരാശപ്പെടുത്തി അവൾ പ്രവീണിന്റെ അരികിലേക്ക് നടന്നു. അവളുടെ ഓരോ ചുവടുകളും വിബിയെ ചുട്ടുപൊളിച്ചുകൊണ്ടിരുന്നു. തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന വൈദ്യുവിനെ കണ്ടപ്പോൾ പ്രവീണിന്റെ ഹൃദയം സന്തോഷം കൊണ്ട് വീർപ്പുമുട്ടി. അവൻ അവളുടെ അരികിലേക്ക് ധൃതിയിൽ നടന്നു. വൈദ്യു അവൻ അരികിലെത്തിയതും വിബി പിടയുന്ന മനസ്സോടെ തിരിഞ്ഞു നിന്നു. ഇനിയൊന്നും കാണാൻ കഴിയാത്ത പോലെ. വൈദ്യു, വർദ്ധിച്ച സന്തോഷത്തോടെയും പ്രണയത്തോടെയും പ്രവീൺ അവൾക്ക് നേരെ കൈനീട്ടി. ചെയ്തു കൂട്ടിയ തെറ്റെല്ലാം അവൾ ക്ഷമിച്ചല്ലോ എന്ന കണക്കുകൂട്ടലിൽ പ്രവീണിന്റെ മനസ്സും ശാന്തമായിരുന്നു. പ്രവീണിന്റെ കൈകളിൽ കൈകോർത്ത് വൈദ്യു പൊട്ടിക്കരഞ്ഞു. അത് കണ്ടുകൊണ്ടാണ് വീരഭദ്രനും ഗൗരിയും വിഷ്ണു അങ്ങോട്ടേക്ക് വന്നു. മുന്നിൽ കണ്ട കാഴ്ച അവരെയും വേദനിപ്പിച്ചു. വിഷ്ണു ദേഷ്യം കൊണ്ട് മുഷ്ടിയുരുട്ടി പിടിച്ചു. വീരഭദ്രന്റെ കണ്ണുകൾ തിരിഞ്ഞു നിൽക്കുന്ന വിപിയിലായിരുന്നു. മുഖം കാണുന്നില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവന്റെ ശരീരം വിറക്കുന്നുണ്ടായിരുന്നു. വിപി കരയുകയാണെന്ന് വീരഭദ്രന് മനസ്സിലായി. പ്രവീൺ വൈദ്യുവിനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. എനിക്ക് ഒരുപാട് സന്തോഷമായി മോളെ, നീ എന്നോട് ക്ഷമിച്ചല്ലോ. ഇനി ഞാനൊരു തെറ്റും ചെയ്യില്ല വൈദ്യു. നീ എനിക്കൊരു അവസരം കൂടി തരണം, എന്നെ വിട്ട് പോവരുത്. വൈദ്യു അവൻ്റെ നിറഞ്ഞൊഴിയ കണ്ണുകൾ തുടച്ചു കൊടുത്തു. കരയിലെ പ്രവീട്ട, ഞാൻ ക്ഷമിച്ചല്ലോ. പക്ഷെ ഒരവസരം അതെനിക്ക് നൽകാൻ കഴിയില്ല. പ്രവീൺ ഞെട്ടലോടെ ചോദ്യപാത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി. പ്രണയിച്ചവനാൽ പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഞാൻ. മറ്റൊരാൾ പിച്ച് ചീന്നെന്ന് അറിഞ്ഞിട്ടും ഓർമ്മയില്ലാത്ത ഭ്രാന്തിയാണെന്ന് അറിഞ്ഞിട്ടും
എന്നെ സ്വീകരിച്ച, എന്നെ പൊന്നുപോലെ നോക്കിയ എൻ്റെ വിപിച്ചേട്ടനെയാ ഞാൻ എൻ്റെ പ്രാണനേക്കാളും സ്നേഹിക്കുന്നത്. ആ മനുഷ്യനെ ഭ്രാന്തമായി ഞാൻ പ്രണയിക്കുന്നുണ്ട്. പ്രവീൺ നിശ്ചലനായ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. നിരാശയും വേദനയും കുറ്റബോധവും അവനിൽ ഒരുപോലെ തികട്ടി വന്നു. പ്രവീണിനെ വെറുക്കാൻ എനിക്ക് കഴിയില്ല. പക്ഷേ പ്രണയത്തിൻ്റെ ഒരു അംശം പോലും എനിക്ക് നിങ്ങളോടില്ല. എനിക്ക് ജീവിക്കണം എൻ്റെ വിപിയേട്ടൻ്റെ ഭാര്യയായി. പ്രവീണിനോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല, സങ്കടം മാത്രം. എൻ്റെ ശരീരത്തെ മാത്രമല്ല ഏട്ടൻ സ്നേഹിച്ച്, അതോർത്തുള്ള സങ്കടം മാത്രം. വൈദു മോളെ, ഞാൻ വാക്കുകൾ കിട്ടാതെ അവൻ തളർന്നു. വൈദുവിന് താൻ ആരുമല്ലെന്ന ചിന്ത അവനെ തളർത്തി കളഞ്ഞു. ഇനി നമ്മൾ കാണരുത് പ്രിവേട്ട. അതുമാത്രമേ എന്നോട് ചെയ്തതിന് പ്രായശ്ചിത്തമായിട്ട് എനിക്ക് വേണ്ടൂ. ഒരു കാര്യം കൂടി, പ്രിവേട്ടനെ പ്രാണനെ പോലെ സ്നേഹിച്ച വൈദു മരിച്ചുപോയി. അന്ന് പ്രിവേട്ടൻ്റെ ശരീരം കീഴടക്കിയപ്പോൾ തന്നെ പ്രവീൺ കരഞ്ഞുകൊണ്ട് അവളുടെ കാൽക്കിലേക്ക് വീണു. മാപ്പ്, മാപ്പ്. നീ തള്ളി പറഞ്ഞ തന്നെയാ മരണത്തെക്കാൾ വലിയ ശിക്ഷ. ഞാനിത് അറിയിക്കുന്നു വൈദു. വരില്ല ഒരിക്കലും. അവൻ്റെ വിങ്ങിപ്പുടൽ കണ്ണേൽക്കാനാവാതെ അവൾ തിരിഞ്ഞടന്നു. ഇതൊന്നും കേൾക്കാതെ മാറി നിൽക്കുന്ന വിബിയുടെ അടുത്തേക്ക് നടക്കുമ്പോൾ പൂർണ്ണമായും വിബി അവൾ മനസ്സിലേക്ക് ആവാഹിച്ചിരുന്നു. എനിക്കുടൻ തന്നെ വീട്ടിലേക്ക് പോകണം. ദൂരേക്ക് കണ്ണു നട്ട് വേദനയോടെ നിന്ന വിബി വൈദുവിന്റെ ശബ്ദം കേട്ട് ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. ഒഴുകിയിറങ്ങിയ കണ്ണുനീർ ഷർട്ടിന്റെ സ്ലീവിലേക്ക് തുടച്ച് വിബി അവളുടെ നേർക്ക് സംശയഭാവത്തിൽ മുഖം ചുളിച്ച് നോക്കി. അവനൊന്നും മനസ്സിലായില്ല. എനിക്ക് വീട്ടിൽ പോകേണ്ട ഒരു കാര്യമുണ്ട്, ഗൗരവത്തോടെ പറഞ്ഞു നിർത്തിയിട്ട് അവൾ മുന്നോട്ട് നടന്നു. വിബി ധൃതിയിൽ തിരിഞ്ഞ് പ്രവീണിനെ നോക്കി. നിലത്തിരുന്ന് കരയുന്ന അവനെ കണ്ടിട്ട് അവൻ മുഖം ചുളിച്ച്. ഒന്നും മനസ്സിലായില്ലെങ്കിലും അവൻ വൈദുവിന് പിന്നാലെ നടന്നു. അവരെ വിളിക്കാൻ മുന്നോട്ടാഞ്ഞ ഗൗരിയുടെ കയ്യിൽ വീരഭദ്രന്റെ പിടി വീണു. അവർ പൊക്കോട്ടെ ദേവി, എല്ലാം മറന്ന് വൈദു വിബിയെ സ്നേഹിക്കും. വീട്ടിലെത്തി വാതിൽ തുറന്നപ്പോൾ തന്നെ വൈദു ഒന്നും മിണ്ടാ വേഗത്തിൽ അകത്തേക്ക് പോയി. വിബി പരിഭ്രമത്തോടെ വാതിലകത്ത് നിന്നടച്ച് അവളുടെ പുറകെ ഓടി. അവൾ എന്തെങ്കിലും ചെയ്യുമോ എന്ന് അവൻ ഭയന്നിരുന്നു. മുറിയിലേക്ക് കയറിയപ്പോൾ ബാത്റൂമിൽ വെള്ളം വീഴുന്ന ഒച്ച കേട്ട് അവൻ സമാധാനിച്ചുകൊണ്ട് നെഞ്ചിൽ കൈവച്ച് ശ്വാസം വലിച്ചു വിട്ടു. ഇവൾക്കിത് എന്തു പറ്റി? പ്രവീൺ എന്താ ഇവളോട് പറഞ്ഞു? അവൻ ആലോചനയോടെ കട്ടിലേക്ക് ഇരുന്നു. കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം ബാത്റൂമിന്റെ വാതിൽ തുറന്നു. ഒരു ടവൽ മാത്രം ചുറ്റി കുളിച്ചു വരുന്ന വൈദുവിനെ കണ്ട് വിബി പരിഭ്രമത്തിൽ എഴുന്നേറ്റു. നിവർത്തിയിട്ട തലമുടിയിൽ നിന്ന് വെള്ളത്തുള്ളിലിറ്റ് വീഴുന്നുണ്ടായിരുന്നു. കഴുത്തിലും ശരീരത്തിലുമായി നീർത്തുള്ളികൾ തിളങ്ങി നിന്നു. മുഖത്ത് പുതിയൊരു ഭാവം, ഇതുവരെ അവർ അന്യമായിരുന്ന പ്രണയഭാവം. സോറി, ഞാൻ അറിയാതെ. ഞാൻ പുറത്തുക ഡ്രസ്സിങ് ചെയ്തു. അവൻ വല്ലാതായി പരിഭ്രമത്തിൽ പുറത്തേക്ക് നടന്നു. വാതിലെത്തിയത് അവന്റെ വയറിലൂടെ രണ്ട് കൈകൾ അവനെ വട്ടം പിടിച്ചു. വിബിയേട്ടാ. അവളുടെ ആർദ്രമായ വിളിയിൽ വിബി നിശ്ചലനായി. നെഞ്ചിലൂടെ ഒരു മിന്നൽ പാഞ്ഞു പോയതുപോലെ തോന്നിയപ്പോൾ അവൻ കണ്ണുകൾ മുറുക്കി അടച്ചു തുറന്നു. വൈദുവിന്റെ നനഞ്ഞ ശരീരം അവന്റെ ഷർട്ടിന്റെ പുറകിലാൻ നനച്ചു. അവളുടെ ശരീരത്തിലെ തണുപ്പ് തന്നിലേക്ക് പടർന്നു കയറുന്നു അവൻ അറിഞ്ഞു. സ്വബോധം വീണ്ടെടുത്ത് അവളുടെ കൈകൾ അവൻ അടർത്തി മാറ്റി. വൈദുവിന്റെ മുഖം മങ്ങി. എന്നോട് പിണക്കാണോ? എനിക്കൊരു സമയം വേണമായിരുന്നു. വിബി അവിശ്വസനീയതയോടെ അവളുടെ മുഖത്തേക്ക് നോക്കിയെങ്കിലും അവളുടെ അർത്ഥനഗ്നമായ ശരീരം കണ്ടപ്പോൾ അവൻ പെട്ടെന്ന് നോട്ടം മാറ്റി. എങ്കിലും അവൾ പറയുന്നവൻ ശ്രദ്ധിച്ചു. വിബിയേട്ടാ, പ്രവിയേട്ടനോട് എനിക്കിപ്പോൾ സാധാവ് മാത്രമേ ഉള്ളൂ. കുഞ്ഞിലെ മുതൽ ആ കയ്യിൽ തൂങ്ങി നടന്നല്ലേ, അതുകൊണ്ട് വെറുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ പ്രണയം, സ്നേഹം, ബഹുമാനം എല്ലാം എൻ്റെ വിബിയേട്ടനോടാണ്. എനിക്കിഷ്ടം. ഞാൻ എൻ്റെ വിബിയേട്ടനെ പ്രണയിക്കുന്നു. വിബി അത്ഭുതത്തോടെ അവളെ നോക്കി നിന്നു. കേൾക്കാൻ കൊതിച്ചതാണ് അവൾ പറഞ്ഞത്. മനസ്സിൽ ഇതുവരെ ഉണ്ടായിരുന്ന വേദനകളെല്ലാം അലിഞ്ഞില്ലാതായതുപോലെ സന്തോഷം കൊണ്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. വിബിയേട്ടാ, എന്നോട് ദേഷ്യമാണോ? അവന്റെ മൗനം വേദനയായി മാറിയപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അവന്റെ നെഞ്ചു വിടഞ്ഞു. അവളെ അടുത്തേക്ക് വലിച്ച് വിബി വെപ്രാളത്തിൽ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. വൈദു, നിന്റെ കണ്ണുകൾ നിറയുന്ന സഹിക്കില്ല ഞാൻ. അത്രയും ജീവനാണ് നീ എനിക്കിഷ്ടമാണ്. ഒരുപാട് ഒരുപാട്. വൈദു അവന്റെ നെഞ്ചിലേക്ക് വീണു. അവനും സന്തോഷത്താൽ നിറഞ്ഞ കണ്ണുകളോട് അവളെ പുണർന്നു. ശരീരങ്ങൾ തമ്മിൽ ചേർന്നപ്പോൾ കണ്ണുകൾ ഇടഞ്ഞു. സോറി, വേദനിപ്പിച്ചേന്. ഏയ്, സോറി എന്ന് പറയണ്ട. നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും മോളെ. പെട്ടെന്നെല്ലാം ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയാത്തതുകൊണ്ടാണെന്ന് എനിക്കറിയാം. എനിക്ക് നീ മാത്രമല്ലേ ഇടിയുള്ളൂ. നീ പോകുന്നുള്ള ഭയമായിരുന്നു എനിക്ക്. ഇനി എങ്ങോട്ടും പോയില്ല. പ്രാണം വിട്ടുപോയാൽ പിന്നെ ഞാൻ എങ്ങനെയാ ജീവിക്കുക? അവൾ കൊഞ്ചലോടെ അവനോട് കുറച്ചുകൂടി ചേർന്ന് നിന്നു. അവളുടെ സാമീപ്യം ഇതുവരെ ഇല്ലാത്ത പല വികാരങ്ങളും അവനിൽ ഉണർത്തി. വിബിയേട്ടാ, എന്താടി വേണ്ടേ? എനിക്ക് എൻ്റെ ശരീരം പരിശുദ്ധമാക്കണം. വിബി തലയുയർത്തിയ മുഖം ചൊളിച്ച് അവളെ നോക്കി. എന്താ വൈദു നിനക്ക്? കഴിഞ്ഞുപോയ കാര്യങ്ങളെല്ലാം നീ മറക്കണം. മനസ്സുകൊണ്ടും ശരീരം കൊണ്ട് എൻ്റെ വൈദു പരിശുദ്ധയാണ്. ഇല്ല വിബിയേട്ടാ, വിബിയേട്ടനിൽ അലിഞ്ഞ് ചേരണം എനിക്ക്. എൻ്റെ ശരീരത്തിലെ ഓരോ അണുവിലും വിബിയേട്ടനെ നിറക്കണം എനിക്ക്. ഒന്നാവണം മനസ്സും ശരീരവും. വിബി അത്ഭുതത്തോടെ അവളെ നോക്കി. അവളുടെ ദൃഢനിശ്ചയം കണ്ട് അവൻ ആശ്ചര്യപ്പെട്ടു. ശരി, എങ്കിൽ മറക്കൂ. നീ പഴയതല്ലോ. മറക്കും എല്ലാം. വിബി പുഞ്ചിരിയോടെ അവളെ വാരിപ്പുണർന്നു. മുഖം തെല്ലെന്നുയർത്തി അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടിയേർത്തു.
അവന്റെ ഓരോ സ്പർശനവും അവളിലെ പ്രണയിനിയെ ഉണർത്തിയിരുന്നു. ഇടയിലെപ്പോഴോ അവൾ ഉടുത്തിരുന്ന ടവൽ അഴിഞ്ഞു വീണത് അവന്റെ വികാരങ്ങളുടെ എല്ലാ സീമകളും ലംഘിച്ചു. പ്രണയാർദ്രമായ അവളുടെ പാതി കൂമ്പിയ മിഴികളിൽ പലവട്ടം അവന്റെ ചുണ്ടുകൾ പതിഞ്ഞു. അവളെ കൈകളിൽ കോരിയെടുത്ത് കട്ടിലേക്ക് കിടത്തുമ്പോൾ പ്രണയപരവശയായി അവൾ വാടി തളർന്നിരുന്നു. തന്നിലെ പാതിയെ സ്വീകരിക്കാനായി അവളുടെ മെയ്യും മനസ്സും ഒരുങ്ങിയിരുന്നു. അവന്റെ ശരീരത്തിലെ ചൂട് അവളിലേക്ക് പകരുമ്പോഴും ചുട്ടുപൊള്ളിയിരുന്ന അവളുടെ മനസ്സ് തണുത്തിരുന്നു. അവളുടെ ഓരോ മാറ്റങ്ങളും അവനിലെ കാമുകനെ ആവേശഭരിതനാക്കി. തീവ്രമായ പ്രണയത്തോടെ വിബി വൈദുവിൽ ലയിച്ചു ചേർന്നു. പ്രണയത്തിന്റെ ഏറ്റവും സുന്ദരമായ നിമിഷം പരസ്പരം മനസ്സിലാക്കിയുള്ള പ്രണയമാകുമ്പോൾ അത്രയും മനോഹരമായിരുന്നു. സരോവരത്തിൽ എല്ലാവരും ആകാംക്ഷയോടെ വിബിയും വൈദുവിനെയും കാത്തിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ നിന്ന് പോയ ശേഷം അവരുടെ വിവരമൊന്നും അറിയാത്തതുകൊണ്ട് വീരഭദ്ര 1-2 തവണ വിളിച്ചിരുന്നു. വിബി ഫോൺ എടുക്കാൻ ടെൻഷനിരിക്കുമ്പോഴാണ് വീട്ടിലോട്ട് വരാമെന്ന് വിബിയുടെ മെസ്സേജ് വന്നു. വൈദ്യുവിന്റെ കാര്യം അറിയാതെ എല്ലാവരും അസ്വസ്ഥതയോടെ അവരെയും കാത്തിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.